ഹലോ, ഇന്ന് നമ്മൾ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഇൻ ദ അനലൈസിസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് കണ്ടിട്ട് കാണും. അതിൻ്റെ സൊല്യൂഷൻ എടുക്കുന്നതിലാണ് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഹെർമൈറ്റ് പോളിനോമിയൽ. അപ്പോൾ ഹെർമൈറ്റ് പോളിനോമിയൽ നമുക്ക് ആ വേവ് ഫംഗ്ഷനിൽ കാണാൻ പറ്റും. ഇപ്പം ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്കിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ സൊല്യൂഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ സൈ ഈക്വൽ ടു വേവ് ഫംഗ്ഷൻ സൈ ഈക്വൽ ടു എച്ച് എൻ ഓഫ് ഈറ്റ ഇ റേസ് ടു മൈനസ് ഈറ്റ ബൈ ടു ഈ ഫോമിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എച്ച് എൻ ഓഫ് ഈറ്റ എന്ന് പറയുന്നതാണ് ഹെർമൈറ്റ് പോളിനോമിയൽ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഓരോ എനർജി അനുസരിച്ചുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്, സൈ സ്ക്വയർ. ഇതിൻ്റെ അകത്ത് ഓരോ എനർജി ലെവലിലുമുള്ള വേവ് ഫംഗ്ഷൻ സൈ ഈക്വൽ ടു ഹെർമൈറ്റ് പോളിനോമിയൽ ഇൻറ്റു ഒരു എക്സ്പൊണൻഷ്യൽ ടൈം ആയിരിക്കും. അപ്പോൾ ഓരോ എനർജി ലെവലിലുള്ള വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെർമൈറ്റ് പോളിനോമിയൽ യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2ny ഈസ് ഇക്വൽ ടു 0. ഓക്കെ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ പഴയ ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ലെജൻഡറിലും ബെസൽസിലും കണ്ട പഴയ ഫോർമാറ്റ് തന്നെ. അപ്പോൾ ആദ്യം ജനറൽ സീരീസ് സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ആർ എ ആർ എക്സ് റൈസ് ടു കെ പ്ലസ് ആർ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി വൈ ബൈ ഡി എക്സും കണ്ടുപിടിച്ചു, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? എ ആർ സമ്മേഷൻ ഓവർ ആർ എ ആർ ഇൻറ്റു കെ പ്ലസ് ആർ ഇൻറ്റു എക്സ് റൈസ് ടു കെ പ്ലസ് ആർ മൈനസ് 1. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആർ ഇൻറ്റു കെ പ്ലസ് ആർ ഇൻറ്റു കെ പ്ലസ് ആർ മൈനസ് 1 എക്സ് റൈസ് ടു കെ പ്ലസ് ആർ മൈനസ് 2. ഓക്കെ, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ആർ എല്ലായിടത്തും കോമൺ ആണ്, എടുത്ത് പുറത്തിട്ടു. അപ്പോൾ ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ ടേം, ഇത് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, 2x ഇൻറ്റു ആണ്. അപ്പോൾ ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ അകത്തെ ഒരു എക്സ് പ്ലസ് കെ പ്ലസ് ആർ മൈനസ് വണ്ണ് പോവും. അപ്പോൾ എക്സ് കെ പ്ലസ് ആർ വന്നു. ഇവിടെ 2ny എന്ന് പറഞ്ഞാൽ 2n ഇൻറ്റു വൈ എ ആർ ഇൻറ്റു എക്സ് റൈസ് ടു കെ പ്ലസ് ആർ. ഇനി ഓക്കെ, അടുത്ത ഈ ടേമിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇതിനകത്ത് എക്സ് റൈസ് ടു കെ പ്ലസ് ആർ കോമൺ ആണ്. അപ്പോൾ അത് എടുത്ത് പുറത്തിട്ടിട്ട് 2ഉം കോമൺ ആണ്. അപ്പോൾ 2 ഇൻറ്റു എ ആർ ഇൻറ്റു സ്പ്ലിറ്റ് ചെയ്തു. 2 ഇൻറ്റു എ ആർ ഇൻറ്റു എക്സ് പ്ലസ് ആർ മൈനസ് കോമണായിട്ട് പുറത്തുണ്ടാവുകൊണ്ട് മൈനസ് n ഇൻറ്റു എക്സ് റൈസ് ടു കെ പ്ലസ് ആർ ഈക്വൽ ടു 0. അടുത്തത് നമ്മൾ പഴയ ഫോർമാറ്റിൽ തന്നെ എക്സിൻ്റെ സമ്മേഷനാണ്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ടേം എല്ലാം 0 ആയെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അല്ലെ, കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ കോഎഫിഷ്യൻറ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ആദ്യമേ എക്സ് റൈസ് ടു ഏറ്റവും ലീസ്റ്റ് കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ ആറിന് 0 കൊടുക്കുമ്പോഴാണല്ലോ ഏറ്റവും ചെറിയ കോഎഫിഷ്യൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു ആറിന് 0 കൊടുത്ത് എക്സ് റൈസ് ടു കെ മൈനസ് 2, ഇവിടെ ആറിന് 0 കൊടുത്ത് എക്സ് റൈസ് ടു കെ. അപ്പോൾ ഏറ്റവും ചെറിയ എക്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു കെ മൈനസ് 2 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സ് റൈസ് ടു കെ മൈനസ് 2ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ എടുക്കുന്നു. അപ്പോൾ ഈ ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ A0 ഇൻറ്റു എ ആർ എന്ന് പറയുക A0 ഇൻറ്റു കെ 0 ആണ്. അപ്പോൾ കെ ഇൻറ്റു കെ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഒന്നെങ്കിൽ അപ്പോൾ A0 ഒരിക്കലും 0 ആകുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സീരീസ് സൊല്യൂഷൻ്റെ തുടക്കമാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് 0 ആകത്തില്ല. അപ്പോൾ ഒന്ന് K0 വേണം, അല്ലെങ്കിൽ കെ മൈനസ് 1 0 വേണം എന്ന് പറഞ്ഞാൽ ഒന്ന് കെ ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ കെ ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, അടുത്തതായിട്ട് അപ്പോൾ എക്സ് റൈസ് ടു കെ മൈനസ് 2ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് റിലേഷൻ കിട്ടി. 0 ആകാം, 1 ആകാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എക്സ് റൈസ് ടു കെ മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആറിന് 1 കൊടുത്തു കഴിയുമ്പോഴത്തേനും എക്സ് റൈസ് ടു കെ മൈനസ് 1 എന്ന് ആറിന് 1 കൊടുത്തു കഴിയുമ്പോഴത്തേനും എക്സ് റൈസ് ടു കെ മൈനസ് 1 എന്ന് വരും. ഇവിടെ ആറിന് 1 കൊടുത്തു കഴിയുമ്പോഴത്തേനും എക്സ് റൈസ് ടു കെ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഈ ടൈം മാത്രമേ നമ്മുടെ റിക്വയർഡ് എക്സ് റൈസ് ടു കെ മൈനസ് 1ൻ്റെ ടേംസ് ഉള്ളൂ. അപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്യുന്നു.
കെ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് വൺ മൈനസ് വൺ. അപ്പോൾ കെ പ്ലസ് വൺ ഇൻറ്റു കെ എ വൺ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ എന്ന് വരും. ഓക്കെ, കെ മൈനസ് വണ്ണിൻ്റെ കോഎഫിഷ്യൻറ്റ് പ്ലസ് എ വൺ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഒന്ന് എ വൺ 0 ആയിരിക്കണം, കെ പ്ലസ് വൺ എന്തായാലും 0 ആകത്തില്ല, അല്ലെങ്കിൽ കെ 0 ആയിരിക്കണം. ഓക്കെ ഓക്കെ, ഒന്നെങ്കിൽ എ വൺ 0 ആയിരിക്കണം, അല്ലെങ്കിൽ കെ 0 ആയിരിക്കണം, അല്ലെങ്കിൽ കെ പ്ലസ് വൺ കെ 0 ആണെങ്കിലും കെ പ്ലസ് വൺ 0 ആകത്തില്ല. അപ്പോൾ ആ കണ്ടീഷൻ കളയാം. അപ്പോൾ ഒന്നെങ്കിൽ എ വൺ 0 ആയിരിക്കണം, അല്ലെങ്കിൽ കെ 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് 0 ആയിരിക്കണം, എ വണ്ണും കെയും 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതും ഇതും. അടുത്തതായിട്ട് നമ്മൾ ജനറൽ ഫോം കണ്ടുപിടിക്കുന്നത് എക്സ് ടു കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കണം. അപ്പോൾ എക്സ് ടു കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ ഒരു 2AR ഇൻറ്റു കെ പ്ലസ് ആർ മൈനസ് എൻ ഉണ്ട്. ഇവിടെ കെ പ്ലസ് ആറിൻ്റെ കോഎഫിഷ്യൻ്റ് വേണമെങ്കിൽ ആറിന് ആർ പ്ലസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കെ പ്ലസ് ആർ പ്ലസ് 2 മൈനസ് 2 വരും, അത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ AR പ്ലസ് 2 കെ പ്ലസ് ആർ പ്ലസ് 2 കെ പ്ലസ് ആർ പ്ലസ് 2 മൈനസ് 1 എന്ന് വരും. അപ്പോൾ അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും AR പ്ലസ് 2 KR പ്ലസ് 2 AR പ്ലസ് 1 മൈനസ് 2AR കെ പ്ലസ് ആർ മൈനസ് എൻ ഈസിക്കൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് AR പ്ലസ് 2 ഈസിക്കൽ ടു ഈ ടേമിന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റു AR എന്ന് കിട്ടി. അപ്പോൾ ഒന്നിടപെട്ട ടേംസ് തമ്മിലുള്ളൊരു റിലേഷൻ കിട്ടി. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, AR പ്ലസ് 2ഉം ARഉം തമ്മിലുള്ള റിലേഷൻ കിട്ടി. അടുത്തതായിട്ട് കേസ് 1 എന്ന് പറഞ്ഞ് മുമ്പേ ചെയ്തതല്ല, കേസ് 1 നമുക്ക് കെ ഈക്വൽ ടു 0 എന്നോ അല്ലെങ്കിൽ കെ ഈക്വൽ ടു 1 എന്നോ കിട്ടിയത്. അപ്പോൾ ആദ്യം കേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കെ ഈക്വൽ ടു 0 കൊടുക്കുന്നു. 0 കൊടുത്ത് കഴിയുമ്പോൾ AR പ്ലസ് 2 ആ ഇക്വേഷൻ തൊട്ട് മുമ്പേ കണ്ട ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 2R മൈനസ് 2N ആർ പ്ലസ് 2 ഇൻറ്റു ആർ മൈനസ് 2 ഇൻറ്റു AR. അപ്പോൾ ഓക്കെ, അടുത്തതായിട്ട് ആറിന് 0 2 4 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുക്കുന്നു. അപ്പോൾ അതായത് സെക്കൻഡ് ഇപ്പോൾ A0യും A2യും തമ്മിലുള്ള റിലേഷൻ 0 കൊടുത്താൽ A0യും A2യും തമ്മിലുള്ള റിലേഷൻ കിട്ടും. 2 കൊടുത്താൽ A2വും A4ഉം തമ്മിലുള്ള റിലേഷൻ കിട്ടും. അങ്ങനെ. ഓക്കെ, അപ്പോൾ ആദ്യം A2 കണ്ടുപിടിക്കാൻ വേണ്ടി ആറിന് 2 കൊടുത്തു, മൈനസ് 2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു A0 എന്ന് കിട്ടി. A4 കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുത്തപ്പോഴത്തേനും 4 മൈനസ് 2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3 ഇൻറ്റു A2 എന്ന് കിട്ടി. A2 നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേനും 2 സ്ക്വയർ n ഇൻറ്റു n മൈനസ് 2 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു A0 എന്ന് കിട്ടും. ഒരു ജനറൽ ഫോമായിട്ട് ഇതെല്ലാം ഈവൻ ടൈംസ് ആണല്ലോ, അപ്പം ജനറൽ ഫോമായിട്ട് 2m ഈസിക്കൽ ടു മൈനസ് 2 റേസ് ടു m. ഓക്കെ, ഇതേ ഫോമായിട്ട് മൈനസ് 2 റേസ് ടു m n ഇൻറ്റു n മൈനസ് 1 അപ് ടു n മൈനസ് 2m മൈനസ് 2 ആണ്. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും n മൈനസ് 2m പ്ലസ് 2 എന്നാവും ഇൻറ്റു A0 ഡിവൈഡ് ബൈ 2m ഫാക്ടോറിയൽ. ഇവിടെ ഫാക്ടോറിയലായിരുന്നു. ഇവിടെ A2ന് A4ന്, അതായത് 4ന് 2m എന്ന് വിളിച്ചാൽ 4 ഫാക്ടോറിയൽ, ഇവിടെ 2m ആണെങ്കിൽ 2m ഫാക്ടോറിയൽ. ഓക്കെ, അടുത്തതായിട്ട് ഓക്കെ നമ്മൾ മുമ്പേ ലെജൻഡറിലും ബെസൽസിലൊക്കെ കണ്ടപ്പോൾ A1 എപ്പോഴും 0 ആയിരുന്നു. കാരണം A1 0 ആണെന്ന് നമുക്ക് ആദ്യമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു, ബെസൽസിലും ലെജൻഡറിലും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ കിട്ടിയത് ഇങ്ങനെയാണ്. A1 0 ആകാം, K 0 ആകാം, അല്ലെങ്കിൽ A1ഉം Kയും 0 ആകാം, രണ്ട് 0 ആകാമെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് A1 0 ആണെന്ന് ഉറപ്പിക്കത്തില്ല. ഓക്കെ, വേണം K 0 ആകാം, അല്ലെ. ഓക്കെ, ഇപ്പോൾ K 0 ആകാനുള്ള ചാൻസും കൂടി ഉണ്ട് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ. അപ്പോൾ A1 0 ആണെന്ന് നമുക്ക് 100% ഉറപ്പിക്കത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഓഡ് ടൈംസും കൂടെ കണ്ടുപിടിക്കണം. ഇത് ഈവൻ ടൈംസാണ് ഇവിടെ കണ്ടുപിടിച്ച്, ഈവൻ കോയിഫിഷ്യൻറ്റുകളാണ്. അതായത് y ഈക്വൽ ടു സമ്മേഷൻ ഓവർ ആർ ആർ ഇസ് ടു കെ പ്ലസ് ആർ. ഇതിനകത്ത് ഈവൻ കോയിഫിഷ്യൻറ്റുകളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഓഡ് കോയിഫിഷ്യൻറ്റുകൾ 0 ആകുന്നില്ല, 0 എന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഓഡ് കോയിഫിഷ്യൻറ്റുകളും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആറിന് 1 3 5 ഒക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ A3 കിട്ടും. A3 ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു n മൈനസ് 1 3 ഫാക്ടോറിയൽ ഇൻറ്റു A1. ഓക്കെ, A5 എന്ന് പറയുന്നത് ഇത്തിരി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, A3 ഇവിടെ 6 മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു 4. അപ്പോൾ A3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും മൈനസ് 2 സ്ക്വയർ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 3 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു A1. ഓക്കെ,
അപ്പോൾ ജനറൽ ഫോമിലോട്ട് എഴുതി എ 2n പ്ലസ് 1 ഓഡ് ടൈംസിൻ്റെ 2n പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 2 റേസ് ടു എം n മൈനസ് 1 n മൈനസ് 2 അപ് ടു n മൈനസ് ഓക്കെ n മൈനസ് 2m മൈനസ് 1 വരെ. അപ്പോൾ n മൈനസ് 2m പ്ലസ് 1 ആവും ഇൻറ്റു a1 ഡിവൈഡ് ബൈ 2m പ്ലസ് 1 ഫാക്ടറി. അടുത്തതായിട്ട് a1 സീറോ അല്ല എന്നാണ് നമ്മൾ a1 സീറോ അല്ലെങ്കിൽ ഇഫ് a1 നോട്ട് ഈക്വൽ ടു സീറോ. a1 സീറോ ആകാം അല്ലാതിരിക്കാം, അല്ലാതിരിക്കാം. ഓക്കെ, അപ്പോൾ a1 സീറോ അല്ലെങ്കിൽ നമുക്ക് ആ ജനറൽ ഫോമിനെ y ഈക്വൽ ടു സമ്മേഷൻ ഓവർ ആർ എ ആർ എക്സ് റേസ് ടു ആറിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, എക്സ് പ്ലസ് സമ്മേഷൻ ഓവർ എക്സ് പ്ലസ് കെ ആണല്ലോ. ഓക്കെ, സോറി, കെ പ്ലസ് ആർ ആണല്ലോ. ഓക്കെ, കെ പ്ലസ് ആർ ആണല്ലോ, എക്സ് റേസ് ടു കെ പ്ലസ് ആർ. അപ്പോൾ a1 സീറോ അല്ലെങ്കിൽ a1 സീറോ അല്ലെങ്കിൽ ആര് സീറോ കാണും? a1 സീറോ അല്ലെങ്കിൽ കെ ഉറപ്പായിട്ടും സീറോ കാണും. അങ്ങനെയാണെങ്കിൽ ഈ ജനറൽ ഫോം എങ്ങനെ മാറും? നമ്മുടെ ഈ ജനറൽ ഫോം എങ്ങനെ മാറും? കെ പ്ലസ് ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് കെയുടെ സ്ഥാനത്ത് സീറോ വരും. അപ്പോൾ എക്സ് റേസ് ടു ആർ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്? a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് a0യും a1ഉം അറിയത്തില്ല, ബാക്കിയുള്ള ടേംസും അറിയാം. അപ്പോൾ a0യ്ക്കും a1നും പകരം a2നും പകരം കിട്ടിയതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കിട്ടിയതൊക്കെ എടുത്ത് ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് ഇവിടെ a3 കിട്ടി, a5 കിട്ടി, ഇവിടെ a2 കിട്ടി, a4 കിട്ടി. അപ്പോൾ കിട്ടിയതെല്ലാം കൂടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഈ ടൈമിൽ. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇത്ര വലിയൊരു ടൈം കിട്ടി. ഓക്കെ, വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നു, ഇനി a1 സീറോ അല്ലാത്തപ്പോഴത്തെ കേസാണ് മുമ്പേ പറഞ്ഞത്. ഇനി a1 സീറോ ആണെങ്കിലോ? a1 സീറോ ആണെങ്കിൽ ആര് സീറോ ആയിപ്പോൾ? AR പ്ലസ് 2ഉം ARഉം തമ്മിലുള്ള റിലേഷൻസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ a1 സീറോ ആയിപ്പോയെങ്കിൽ a3 സീറോ ആയിപ്പോൾ, a3 സീറോ ആയെങ്കിൽ a5 സീറോ ആവും, a5 സീറോ ആണെങ്കിൽ a7 സീറോ ആവും. അപ്പോൾ അങ്ങനെ ഈ ഓഡ് ടേംസ് എല്ലാം കൂടെ സീറോ ആയിപ്പോൾ. ഓഡ് ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ടാമത്തെ എക്സ്പാൻഷനല്ലേ, ഈ 2m പ്ലസ് 1 എന്ന് പറഞ്ഞ ഈ സീരീസ് അല്ലേ. അപ്പോൾ ആ സീരീസ് അങ്ങ് ഒഴിവാക്കുക. ഇവിടെ a0 കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ ഇതിൻ്റെ ഇത് ഈവൻ ടേംസും പ്ലസ് ഇത് ഓഡ് ആർ വരുന്ന ടേംസുമാണ്. അപ്പോൾ ഈ ഓഡ് ടേംസ് എല്ലാം സീറോ ആയിപ്പോവും. a1 സീറോ ആയതുകൊണ്ട് ഈ ടേം ഫുള്ളായിട്ട് സീറോ ആയിപ്പോവും. അപ്പോൾ ആ ഈവൻ ടേംസ് മാത്രമുള്ള a0 ഈക്വൽ ടു 1 മൈനസ് 2n. ഓക്കെ, ആ ജനറൽ ആ ഓഡ് സോറി ഈവൻ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഈവൻ പാർട്ട് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ y1 എന്ന് വിളിച്ചു. അടുത്തതായിട്ട് കേസ് 2. ഓക്കെ, അപ്പോൾ y1 എന്ന് വിളിച്ചു. അടുത്തതായിട്ട് കേസ് 2 എന്ന് പറഞ്ഞാൽ k ഈക്വൽ ടു 1 ആണ്. ഓക്കെ, k ഈക്വൽ ടു 0 ആകാം അല്ലെ 1 ആകാമെന്നാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൽ k ഈക്വൽ ടു 1, കേസ് 2 എന്ന് പറഞ്ഞാൽ k ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ AR പ്ലസ് 2 ഇതും ARഉം തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റ് കിട്ടുന്നു. അടുത്തതായിട്ട് k ഈക്വൽ ടു 1 ആണെങ്കിൽ ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് a1 സീറോ ആകാം, k സീറോ ആകാം, അല്ലെങ്കിൽ രണ്ടും സീറോ ആകാം. ഓക്കെ, പക്ഷേ ഇവിടെ k ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, k ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ആര് സീറോ ആണ്? a1 മസ്റ്റ് ബി സീറോ. ഓക്കെ, സിൻസ് k ഈക്വൽ ടു 1 a1 മസ്റ്റ് ബി സീറോ. അപ്പോൾ a1 സീറോ ആണെങ്കിലോ ഈവൻ ഓഡ് ടേംസ് എല്ലാം ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആറിന് 0, 2, 4 എന്ന് പറഞ്ഞാൽ ഈവൻ ടേംസേ ഉള്ളൂ, ഈവൻ വാല്യൂസ് എടുത്താൽ മതി. അപ്പോൾ a2 എന്ന് പറഞ്ഞാൽ -2 × n - 1 / 3 ഫാക്ടർ ഓഫ് a0 എന്ന് കിട്ടും. a4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഫോർമാറ്റ് കിട്ടും. a2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a2 അറിയാം, a2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും 2² × n - 1 × n - 3 / 5 ഫാക്ടർ a0 എന്ന് കിട്ടുന്നു. അടുത്തതായിട്ട് അതിൻ്റെ ജനറൽ ഫോം a2m ഈസ് ഈക്വൽ ടു -2 റേസ് ടു m n - 1 × n - 3 × n - 2m + 1 / 2m + 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ ഫോമിൽ എഴുതുവാണ്. കാരണം നമ്മുടെ ജനറൽ ഫോം y ഈക്വൽ ടു സമ്മേഷൻ ഓവർ ആർ AR എക്സ് റേസ് ടു k + r. k 1 ആണെന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു k + 1 എന്ന് വരും. സോറി, എക്സ് റേസ് ടു r + 1 എന്ന് വരും.
അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, a0x എനിക്ക് 0 കൊടുക്കുമ്പോൾ r(x)1 വരും. അപ്പോൾ a0x പ്ലസ് a2x³ പ്ലസ് ഓക്കെ എക്സ്പാൻഷൻ അങ്ങോട്ട് എഴുതും. ഓക്കെ, അത് എന്നിട്ട് നമുക്ക് a0 a2 a4 ഒക്കെ അറിയാം. a4 a2 ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കിട്ടിയതെല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. a0 കോമൺ ആണ്, എടുത്ത് പുറത്തിട്ടു. ഇത് എക്സ്പാൻഷൻ. അതിനെ y2 എന്ന് വിളിച്ചു. പക്ഷേ നമുക്കറിയാം ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മുമ്പേ കിട്ടിയ ഓഡ് ടേംസിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മുമ്പേ ആദ്യത്തെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓഡ് ടേംസിൻ്റെ എക്സ്പാൻഷൻ പോലെ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ a1 0 ആയ കേസും a1 0 അല്ലാത്ത കേസും കൂടെ കമ്പൈൻ ചെയ്ത് ജനറൽ സൊല്യൂഷൻ എടുക്കുന്നു. y ഈക്വൽ ടു a y1 പ്ലസ് b y2 ജനറൽ സൊല്യൂഷൻ എടുത്തു. പക്ഷെ ഇവിടെ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഫോം ഇതാണ്. d²y/dx² - 2x dy/dx പ്ലസ് 2ny = 0. ഇവിടെ n ഒരു ടേം ഉണ്ട്. ഓക്കെ, ഈ n ഈവൻ ആണോ ഓഡാണോ എന്നറിയാത്തത് കൊണ്ട് n ഓഡാണോ ഈവൻ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്ത് ഈ ജനറൽ സൊല്യൂഷൻ്റെ ഫോം മാറും. അപ്പോൾ ഈ എന്നിൻ്റെ ഓഡാണോ ഈവൻ ആണോ എന്ന കണ്ടീഷനും കൂടെ നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. General solution for n to be even or odd. അപ്പോൾ ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു a ഇൻറ്റു y1 പ്ലസ് b ഇൻറ്റു y2 എന്നാണ് മുമ്പേ കണ്ടു. അപ്പോൾ അത് n ഈവൻ ആണോ ഓഡാണോ എന്നും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ ആദ്യം പറയുന്നത് വെൻ n ഈവൻ ഇൻറ്റീജർ ആയിരിക്കുമ്പോൾ ഓക്കെ n ഈവൻ ഇൻറ്റീജർ ആകുകയും ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞായിരുന്നു മുമ്പത്തെ ലെജനറിലും ബെസൽസൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു a0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അത് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷന് അനുസരിച്ച് സെറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂ ആണ് a0. അതിനെ നമ്മൾ ഈ വാല്യൂ എടുത്തു -1/n/2 n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n/2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ y1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, y1 എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, a1 0 ആകുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഓക്കെ, y1 എന്ന് പറഞ്ഞ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് n ഈവൻ ആണെന്ന് ഉള്ള കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് പറയുകയാണ് n ഈവൻ ആണ്. ഇതിൻ്റെ അകത്ത് a0യുടെ വാല്യൂ ഇതാണെന്ന് കൊടുത്തു. എന്നിട്ട് പറയുകയാണ് x⁻n കോഎഫിഷ്യൻ്റ് എടുക്കുകയാണ്. ഓക്കെ, x⁻n കോഎഫിഷ്യൻ അല്ലെങ്കിൽ x⁻n കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ x⁻n വരുന്ന ആ സീരീസിലെ ടേം എടുക്കുവാണ്. ഓക്കെ, x⁻n വരുന്ന ആ സീരീസിലെ ടേം എടുക്കണം. അതൊരു ജനറൽ ഫോമിലേക്ക് പോകാൻ വേണ്ടിയാണ് ആദ്യം x⁻n വരുന്ന ഈ ഒരു സമ്മേഷൻ ആണല്ലോ. ഓക്കെ, ഈ വലിയ സീരീസിലെ x⁻n വരുന്ന ടേം എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ x⁻n വരുന്ന ടേം കിട്ടാൻ വേണ്ടി ഞാൻ ഈ 2mനെ n എന്ന് കൊടുത്തു. ഓക്കെ, ഈ 2mനെ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് -2m എന്താവും. അപ്പോൾ ഈ ഓക്കെ ഇവിടെ നമുക്ക് ഈ അപ്പോൾ 2mനെ n എന്ന് കൊടുത്തു. അപ്പോൾ x⁻n കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് a0 ഇൻറ്റു ഈ ടേം ആയിരിക്കുമല്ലോ. a0 ഇൻറ്റു ഈ ടേം ആയിരിക്കും. അപ്പോൾ a0 എന്താണെന്ന് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -1/n/2 n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n/2 ഫാക്ടോറിയൽ. അടുത്തതായിട്ട് ഈ ടേം -2m ആണ് n. അപ്പോൾ 2m ആണ് വരുന്നത്. അപ്പോൾ അതിന് ഇവിടെ m = n/2 ആണ്. അപ്പോൾ 2n/2
n into n minus 2 into n minus 2m എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോൾ n minus n minus 2 n minus n plus 2 divided by 2m factorial, അതായത് n factorial. 2m എന്ന് പറഞ്ഞാൽ n ആണ്, അപ്പോൾ n factorial. ഓക്കെ, നോക്കുക, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. minus 1 raised to n by 2 n factorial divided by ഇത് a0 ടൈം ഇത് 2 raised to n by 2 n factorial s raised to n. ഇനി ഇതിൻ്റെ അകത്ത് n മൈനസ് n അവസാനത്തെ ടൈം 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോ ടൈം n കഴിഞ്ഞ് n മൈനസ് 2, അപ്പോൾ ഒന്നിടവിട്ട ടേംസ് ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഒരു ഫാക്ടോറിയൽ ടേംസിലാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ന്യൂമറേറ്ററിനെ ഇവിടെ എത്ര ടേം ഉണ്ട്, ഇതുപോലെ എത്ര ടേം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നിടവിട്ട ടേംസ് ആണ്. ഓക്കെ, ഒന്നിടവിട്ട ടേംസ് n തൊട്ട് 2 വരെ. ഓക്കെ, n മൈനസ് എന്ന് പറയുമ്പോൾ അവസാനം 2 ഉള്ളൂ. n തൊട്ട് 2 വരെയുള്ള ടേംസ് ഉണ്ട്, ഒന്നിടവിട്ട ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കാണും? ടോട്ടൽ n by 2 ടേംസ് കാണും. ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് n by 2 ടേംസ് കാണും. ടോട്ടൽ n by 2 ടേംസ് കാണും. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഇതിനെ ഓരോ ടേമിനെ ഒരു 2 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ടൈമിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ അപ്പോൾ എത്ര 2 വേണം? n by 2 വേണം. n by 2 ടേംസ് ഉള്ളതുകൊണ്ട് n by 2 2 വേണം. ഓക്കെ, അപ്പോൾ 2 raised to n by 2 divided by 2 raised to n by 2. ഓക്കെ, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും 2 raised to n by 2 വെച്ച് നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ വാല്യൂവിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു 2 കിട്ടും. ഓക്കെ, ഈ ഇത്രയും 2 ഉള്ളതുകൊണ്ട് എല്ലാ വാല്യൂവിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു 2 കിട്ടും. അപ്പോൾ ഈ n by 2 ആവും. ഈ n minus 2 divided by 2 എന്ന് വരുമ്പോഴത്തേന് n by 2 minus 1 ആവും. ഈ അവസാനം 2 divided by 2 വരുമ്പോഴത്തേന് 1 ആവും. ഓക്കെ, ഇവിടെ ഒരു n ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ഒരു n ഫാക്ടോറിയൽ ഉണ്ട്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിൽ n by 2 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ minus 1 raised to n by 2 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് രണ്ടും കൂടെ പ്ലസ് ആവുന്നു, പ്ലസ്സായി. ഇനി ഇവിടെ ഒരു ഓക്കെ 2 raised to n by 2 ഇൻറ്റു 2 raised to n by 2 ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ 2 raised to n ആവും. അപ്പോൾ 2 raised to n ഇൻറ്റു x raised to n ഇൻറ്റു n by 2 ഇൻറ്റു n by 2 മൈനസ് 1 അപ് ടു 1. അതായത് ഇത് n by 2 ഫാക്ടോറിയലാണ്. ഡിനോമിനേറ്ററിൽ n by 2 ഫാക്ടോറിയലാണ്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ 2x raised to n എന്ന് വരും. ഓക്കെ, ഇതെന്താണ്? ഇത് y ഈക്വൽ ടു, അതായത് y1 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കിട്ടിയത്. ഓക്കെ, ഓക്കെ, ഹെർമൈറ്റ് പോളിനോമിയൽ y1. ഓക്കെ, n ഈവൻ ആയിരിക്കുമ്പോൾ ഹെർമൈറ്റ് പോളിനോമിയൽ y1 എന്താണെന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇനി ഇതിപ്പോൾ x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റാണ് എടുത്തത്. x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ്. ഇനി x raised to n മൈനസ് 2-ൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്താൽ എന്ത് വരുമെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ ഒരു ഈ n ഇൻറ്റു n മൈനസ് 1 എക്സ്ട്രാ വരും. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഇവിടെ n ഫാക്ടോറിയലിന് പകരം n മൈനസ് 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ ഇവിടെ ഈ n ഫാക്ടോറിയലും ഈ n ഫാക്ടോറിയലും കൂടെ ഇവിടെ ക്യാൻസൽ ചെയ്തത്. ഈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ a0യുടെ പാർട്ടാണ്. അപ്പോൾ ഇതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയലിൽ നിന്ന് n ഫാക്ടോറിയൽ എനിക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഈ n മൈനസ് 2 ഫാക്ടോറിയലും n മൈനസ് 2 ഫാക്ടോറിയലും കട്ട് ചെയ്യുന്നു. n ഇൻറ്റു n മൈനസ് 1 ഒരു എക്സ്ട്രാ ടൈം വരും. അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ. ഇനി അടുത്തതായിട്ട് x raised to n മൈനസ് 4-ൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുകയാണെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 അപ് ടു n മൈനസ് 3 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ടു 2x raised to n മൈനസ് 4 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മളൊരു ജനറൽ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, എല്ലാ ഇപ്പോൾ x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി, n മൈനസ് 2-ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി, n മൈനസ് 4-ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ ജനറൽ ഫോമിലേക്ക് മാറ്റി. ഓക്കെ, ഇത് എന്താണ്? n ഈവൻ ആയപ്പോഴത്തെ കേസാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി n ഓടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. n ഓടായിരിക്കുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ പിന്നെയും മാറ്റി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, a0
ഈ 0 മാറ്റി സെറ്റ് ചെയ്യുന്നു. -1/n+1/2 n+1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n+1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, പിന്നെ x⁻n കോഎഫിഷ്യൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് y2ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. y2 എന്ന് പറഞ്ഞാൽ ഇതാണ്. y2 എന്ന് പറയുന്ന ഈക്വേഷനാണ്. അത് അതിൻ്റെ അകത്ത് ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് 2m+1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ m = n-1 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി x⁻n കോഎഫിഷ്യൻ്റാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2m+1 നമ്മൾ n എന്ന് വിളിച്ചത്. അപ്പോൾ x⁻n കോഎഫിഷ്യൻ്റ് വരുമ്പോഴത്തേനും a0 ഇൻറ്റു ഇത്ര ടൈംസ് വരും. അപ്പോൾ a0 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ -1/n+1 ഡിവൈഡ് ബൈ 2 n+1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n+1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇത് ഇൻറ്റു ആണ്. ഓക്കെ, ഇൻറ്റു ഈ ടൈം -2 m എന്ന് പറഞ്ഞാൽ n-1 ഡിവൈഡ് ബൈ 2 ആണ്. പിന്നെ n-1 ഇൻറ്റു n-3 x⁻n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടുത്തെ n ഫാക്ടോറിയലിന് ഇവിടെ n+1 ഫാക്ടോറിയലാണ്. അപ്പോൾ ഇത് n+1 ഫാക്ടോറിയലിനെ n+1 ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് വിളിക്കാം. അപ്പോൾ അതിനെ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ n+1 എന്നൊരു എക്സ്ട്രാ ടൈം വരും. ഓക്കെ, അതിനെ സിംപ്ലിഫൈ ചെയ്താണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2n-1 ഡിവൈഡ് ബൈ 2 2n-1 2n-1 ഡിവൈഡ് ബൈ 2 n+1 ആ ഫാക്ടോറിയൽ വെട്ടി കിട്ടുമ്പോഴത്തേന് n+1 എന്ന് പറഞ്ഞ ടൈം വരും. മിച്ചം ബാക്കിയുള്ള ഈ ടൈംസ് ഇല്ല. ഓക്കെ, ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ വെട്ടിപ്പോയി, അതുകൊണ്ട് മിച്ചമുള്ളത് n+1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 4 ഇൻറ്റു 2x⁻n. ഓക്കെ, അപ്പോൾ n-1 തൊട്ട് 2 വരെ n/2 ടൈംസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു n+1 കൂടെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടെ ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പഴയ ഫോർമാറ്റിലേക്ക് മാറ്റാം. അതായത് n+1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ n/2 ടൈംസ് ഉണ്ട്. ഇതുവരെ n/2 ടൈംസ് ഉണ്ട്. ഇവിടെ ഒരു n+1 കൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു +1 കൂടെ n+1 ഡിവൈഡ് ബൈ 2 ടൈംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2n+1 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2n+1 ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഈ 2 എല്ലാം കൂടെ ഈ ഡിനോമിനേറ്റർ 2 എല്ലാം കൂടെ ഇവിടെ കൊടുക്കാം. മിച്ചം ഈ 2n-1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 2 വരും. അതിനെ 2n എന്ന് മിനിമൈസ് ചെയ്ത് കഴിയുന്നതിനും 2n എന്ന് കിട്ടും. 2n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 n-1 ഡിവൈഡ് ബൈ 2 അപ് ടു 1 ഡിവൈഡ് ബൈ n+1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഫാക്ടോറിയൽ. അപ്പോൾ n+1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. 2n ഇൻറ്റു x⁻n, അപ്പോൾ 2x⁻n വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ x⁻n കോഎഫിഷ്യൻ്റ് ആണ് എടുത്തത്. x⁻n ടേം വരുന്ന ടേംസ് ആണ് എടുത്തത്. അതുപോലെ എനിക്ക് x⁻n-2 കൊടുക്കാം, x⁻2. ഓക്കെ, അങ്ങനെ പല ടൈംസ് കൊടുക്കാം. അപ്പോൾ അതിനെല്ലാം കൂടെയാണ് എഴുതിയിരിക്കുന്നത്. 2x⁻n മൈനസ് അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ x⁻n-2 ടൈമാണ്. അപ്പോൾ n ഇൻറ്റു n+1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2x⁻n-2. അടുത്തത് n-3 ടൈമാണ്. അപ്പോൾ n ഇൻറ്റു n+1 ഇൻറ്റു n. ഓക്കെ, ആ സീരീസാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ y = എന്ന് കിട്ടിയ ഓടും ഈവനും ആയിരിക്കുമ്പോൾ ഈവൻ. ഓക്കെ, n ഓടും ഈവൻ ആയിരിക്കുമ്പോൾ നമുക്ക് 2 y വാല്യൂസ് കിട്ടി. ആ 2 y വാല്യൂസിനെയാണ് ഹെർമൈറ്റ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ 2 y വാല്യൂസിനെ നമുക്ക് ദ വാല്യൂസ് ഓഫ് y ഇൻ എ ആൻഡ് ബി. ഇത് ബി എന്ന് വിളിച്ചു. തൊട്ടുമുമ്പ് ഈവൻ ഫോമിൽ കിട്ടിയതിനെ നമ്മൾ ഈവൻ ഫോമിൽ കിട്ടിയത് നമ്മൾ എ എന്ന് വിളിച്ചു. എ എം ബി എ ആണ് ഹെർമൈറ്റ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ഓഫ് ഡിഗ്രി n.
for n even or odd integers respectively and are denoted by hn of x. അതിന് hn of x ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതൊക്കെ അപ്പോൾ ജനറൽ ഫോം hn of x നെ summation r equals 0 to p minus 1 raised to r n factorial by r factorial into n minus 2r factorial 2x raised to n minus 2r എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ഈ എക്സ്പാൻഷൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈ n മൈനസ് 2r എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ n ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ന്യൂമറേറ്ററിൽ n ഫാക്ടോറിയലാണ്. അപ്പോൾ ഇവിടെ ഈ ന്യൂമറേറ്ററിൽ ഈ എക്സ്ട്രാ വരുന്ന ടേംസ്, ഈ ന്യൂമറേറ്റർ ടേംസ് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, ആ ടേംസിനെ ഇവിടെ ഒരു n മൈനസ് 2r വെച്ച് കൂടെ ഡിവൈഡ് ചെയ്യുവാണ്, n മൈനസ് 2r ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ n ഫാക്ടോറിയലും ഇവിടെ n മൈനസ് 2r ഫാക്ടോറിയലും ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മിച്ചം കിട്ടുന്ന ടേംസാണ് ഇവർ. അപ്പോൾ അത് വരാൻ വേണ്ടിയാണ് n മൈനസ് 2r ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിൽ ഇട്ടേക്കുന്നത് ഇൻറ്റു 2x റേസ് ടു n മൈനസ് 2r. ഓക്കെ, പി എന്ന് പറയുന്നത് പി സമ്മേഷൻ അപ് ടു പി n/2 ആയിരിക്കും ഈവൻ ആണെങ്കിൽ, n മൈനസ് 1/2 ആയിരിക്കും ഓഡാണെങ്കിൽ. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് hn of 0 കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. hn of 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം മാത്രമേ കാണത്തുള്ളൂ, ഫസ്റ്റ് ടൈമിൻ്റെ അകത്ത് എക്സ് ടൈംസ് കാണത്തില്ല. അതുകൊണ്ട് -1 റേസ് ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n/2 ഫാക്ടോറിയൽ എന്ന് വരും. ലാസ്റ്റ് ടൈം ഇതിൻ്റെ അകത്ത് എക്സ് ഇല്ല. ഓക്കെ, അതാണ് hn of 0. എക്സ് ഇല്ലാത്ത ടൈമാണ് ഈ ടൈം. അതുകൊണ്ട് hn of x അല്ലേ, അപ്പോൾ hn of 0 ആയെങ്കിൽ ആ ടൈമിന് വാല്യൂ ആണ്. പക്ഷേ hn of 0, ഓക്കെ, ഇത് n ഈവൻ ആയിരിക്കുമ്പോൾ n ഓടാണെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒരു എക്സ് കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ടൈമിൽ ഒരു എക്സ് കാണും, അപ്പോൾ അത് 0 ആകുന്നതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് വരും. അതുപോലെ ഇത് hn of 0, ഓക്കെ, ഇത് എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന കേസാണ് പറഞ്ഞത്. ഇനി എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ എക്സ്പാൻഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും സമ്മേഷൻ ഓവർ h0 of x എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആണ്, അപ്പോൾ ഓഡാണ്. അപ്പോൾ 0/2 0 തന്നെയാണ്. അപ്പോൾ r equal to 0 to 0. അപ്പോൾ ഫസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ -1 റേസ് ടു r 0 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ അങ്ങനെ ഈക്വൽ ടു 1 എന്ന് വരും. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ h2 of x, h1 of x, h2 of x കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, അടുത്തതായിട്ട് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് hn of x. ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്നറിയാം. ഏതോ ഒരു ടേമിൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത്, ഏതോ ഒരു ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷനിൽ അതിൻ്റെ അകത്ത് ഇസഡുകളുടെ അല്ലെങ്കിൽ അത് വേരിയബിൾ ഇസഡാണെന്ന് വിചാരിക്കും, ഇസഡുകളുടെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത് ഈ കേസിൽ ഹെർമൈറ്റ് പോളിനോമിയലാണെങ്കിൽ ഹെർമൈറ്റ്, അപ്പോൾ അതിൻ്റെ അകത്ത് ഇസഡ് റേസ് ടു 1ൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് hn of 1 വന്നു, h1 of x വന്നു, ഇസഡ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് h2 of x വന്നു, ഇസഡ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് h3 of x വന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സീരീസ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഏതോ ഒരു ടേമിൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് ഇങ്ങനെ ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് പവർ അനുസരിച്ച് കോയിഫിഷ്യൻ്റായിട്ട് ഹെർമൈറ്റ് പോളിനോമിയലാണ് വരുന്നതെങ്കിൽ അതിനെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ e⁻²(2zx - z² ആണ്. ഓക്കെ, അതിനെയാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. അതിനെ fx z ഈക്വൽ ടു സമ്മേഷൻ n = 0 to infinity hn of x ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു z റേസ് ടു n എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ജനറൽ ഫോം. അതിൻ്റെ പ്രൂഫാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ജനറേറ്റീവ് ഫംഗ്ഷൻ എവിടെ വന്നാലും ചെയ്യുന്നത് നമുക്കറിയാവുന്ന ജനറേറ്റീവ് ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് hn of x ആണോ എന്ന് നോക്കുക. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് hn of x ആണെങ്കിൽ ജനറേറ്റീവ് ഫംഗ്ഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ജനറേറ്റീവ് ഫംഗ്ഷൻ എടുത്തു, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, e⁻²2zx ഇൻറ്റു e⁻² എന്നാക്കി.
ഈ റെസ്റ്റ് എക്സിൻ്റെ എക്സ്പെൻഷൻ അറിയാം 1 + x / n + x² / 2 ഫാക്ടോറിയൽ + x³ / 3 ഫാക്ടോറിയൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ആ എക്സ്പെൻഷൻ ഉപയോഗിച്ച് അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ സമ്മേഷൻ ഓവർ r x⁻r / r ഫാക്ടോറിയൽ എഴുതാം. ഓക്കെ, ഈ ഫോമിൽ വേണമെങ്കിൽ സമ്മേഷൻ ആക്കി എഴുതാം. അതുപോലെ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് സമ്മേഷൻ ഓവർ r = 0 to infinity. ഇവിടെ x എന്ന് പറയാൻ 2z r / r ഫാക്ടോറിയൽ ഇൻറ്റു സമ്മേഷൻ ഓവർ s വേരിയബിളൊന്ന് മാറ്റിയെടുക്കുന്നുള്ളൂ -z² / s ഫാക്ടോറിയൽ. ഓക്കെ ഓക്കെ, അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും -1s ഈ -1s പുറത്തെടുത്തു 2x⁻r ഇൻറ്റു ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം കൂടെ z⁻r ഉണ്ട്, z²s ഉണ്ട്. അപ്പോൾ അതിനെ z⁻r + 2s എന്നാക്കി r ഫാക്ടോറിയൽ ഇൻറ്റു s ഫാക്ടോറിയൽ. ഓക്കെ, അടുത്തതായിട്ട് ഒരു z⁻n കോഎഫിഷ്യൻ്റ് എടുക്കാൻ പോകണം. അതാണല്ലോ ജനറൽ ഫംഗ്ഷനിൽ നോക്കേണ്ടത്. z⁻n കോഎഫിഷ്യൻ്റ് h(n(x) ആണെന്ന് അറിയണം. z⁻n കോഎഫിഷ്യൻ്റ് h(n(x) ആണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് സമ്മേഷൻ ഉണ്ട്. അത് ഒരു സമ്മേഷനാക്കി മാറ്റാൻ നോക്കുവാണ്. അപ്പോൾ അതിനെ z⁻n കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ ഇവിടെ z⁻n ആണെങ്കിൽ z⁻n കോഎഫിഷ്യൻ്റ് ആവേണ്ട. അപ്പോൾ n = r + s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n = r + s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ r = n - 2s എന്ന് എഴുതാം. അപ്പോൾ r = n - 2s എഴുതുവാണെങ്കിൽ ഒരു പിന്നെ സമ്മേഷൻ ഓവർ എസ് മാത്രം നോക്കിയാൽ മതി. n ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ സമ്മേഷൻ ഓവർ എസ് നോക്കിയാൽ മതി. അപ്പോൾ r = n - s ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തൊരു r-ന് n - s കൊടുത്തു, n - 2s ഫാക്ടോറിയൽ. ഇവിടെ r-ന് n - 2s കൊടുത്തു. ഓക്കെ, അതിനെ മാറ്റി എഴുതി. ഓക്കെ, ടോട്ടൽ കോഎഫിഷ്യൻ്റ് ഓഫ് z⁻n ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇതിപ്പോൾ ഒരു എസ് വാല്യൂവിൻ്റെ കാര്യമാണ് എഴുതിയത്. ഓക്കെ, ഇതൊരു എസ് വാല്യൂ ഇപ്പോൾ എസിൻ്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ ആണെങ്കിൽ എങ്ങനെ വരുമെന്നാണ് എഴുതിയത്. ഇപ്പോൾ എസ്സും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്സിനും സമ്മേഷൻ ഓവർ എസ് ഉണ്ട്. അപ്പോൾ എസ്സും കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റോട് കിട്ടണമെങ്കിൽ സമ്മേഷൻ ഓവർ ഓൾ അലോഡ് വാല്യൂസ് ഓഫ് എസ് എടുക്കണം. ഓക്കെ, സമ്മേഷൻ ഓവർ എസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഇവിടുത്തെ എസ് ആണ് ഇവിടുത്തെ സമ്മേഷൻ വേരിയബിൾ വരുന്നത്. അപ്പോൾ സമ്മേഷൻ ഓവർ എല്ലാ എസ് വാല്യൂസും എടുക്കണം. അതുകൊണ്ട് പക്ഷേ ഇനി എസ്സിന് ഏതൊക്കെ വാല്യൂ എടുക്കാം എന്നാണ് ഈ പറയുന്നത്. n - 2s എന്ന് പറയുന്നത് > 0 ആയിരിക്കണം. കാരണം r സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 0 to infinity ആണ്. നെഗറ്റീവ് വാല്യൂവിലില്ല. അപ്പോൾ n - 2s എന്ന് പറഞ്ഞാൽ r-ൻ്റെ വാല്യൂ > 0 ആയിരിക്കണം. > 0 ആയിരിക്കണം. അപ്പോൾ ഇതാണ് എസിൻ്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ അല്ലെങ്കിൽ എസിനെ അതുകൊണ്ട് ഇത് റീഅറേഞ്ച് ചെയ്താൽ s < n/2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫോർ n is even s goes from 0 to അപ്പോൾ n ഈവൻ ആണെങ്കിൽ എസിന് എടുക്കാവുന്ന വാല്യൂ 0 തൊട്ട് n/2 വരെ വാല്യൂ എടുക്കാം. ഓഡാണെങ്കിൽ 0 to n - 1/2 വരെ വാല്യൂസ് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് z⁻n ആണ് വേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് z⁻n കണ്ടുപിടിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് z⁻n ആണ് എടുത്തത്. പക്ഷേ എസ് ഇവിടെ ഒരു സമ്മേഷൻ ഓവർ എസും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സമ്മേഷൻ ഓവർ എസും കൂടെ ഉണ്ട്. ഓക്കെ, ആ സമ്മേഷൻ ഓവർ എസിന് ഏതൊക്കെ വാല്യൂ എടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞത്. 0 തൊട്ട് n/2 വരെ ഈവൻ ആണെങ്കിൽ 0 to n - 1/2 വരെ ഓടാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷനും കൂടെ സമ്മേഷനും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. Summation over s = 0 to n/2 - 1/2s 2x⁻n - 2s n - 2s factorial into s factorial. ഇവിടെ നമുക്ക് hn(x) എന്താണെന്ന് അറിയാം. hn(x) ഇതാണെന്നാണ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചത്. r = 0 to n factorial / r factorial into n - 2r factorial 2x⁻n - 2r. ഇതും കൂടെ കമ്പയർ ചെയ്താൽ ഓക്കെ, ഈ ടൈം ഈ ഡിനോമിനേറ്റർ രണ്ടുകൊണ്ട് ആറിന് ഒരു രസമാണെന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ,
ആറിന് പകരം എസ് ആവുന്നേ ഉള്ളൂ. ഈവൻ ആണെങ്കിൽ 0 to n s equal to 0 to n by 2 മൈനസ് 1 ടെസ്റ്റ് 1. അവിടെ ഒരു n ഫാക്ടോറിയൽ എക്സ്ട്രാ ഉണ്ട് എച്ച് എൻ്റെ കേസിൽ. അപ്പോൾ എച്ച് എൻ ബൈ എൻ ഫാക്ടോറിയൽ എടുത്താൽ നമ്മുടെ ഈ വാല്യൂ കിട്ടും, കോഎഫിഷ്യൻ്റ് ഓഫ് ടെസ്റ്റ് 1. അപ്പോൾ അതിനെ എച്ച് എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് e raised to 2zx minus z square equal to summation over n equal to 0 to infinity hn of x divided by n factor into z raised to n എന്ന് എഴുതാം. അപ്പോൾ അതിനെ ഇപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ജനറേറ്റിംഗ് ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്തു. കാരണം z raised to n കോഎഫിഷ്യൻ്റ് ആണ് hn of x divided by n factorial. ഇനി ഈ 2zx minus z സ്ക്വയറിനെ x സ്ക്വയർ മൈനസ് 2z മൈനസ് x സ്ക്വയർ z മൈനസ് x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം x സ്ക്വയർ മൈനസ് 2b പ്ലസ് b സ്ക്വയർ ആകുമ്പോഴത്തേനും ഈ പഴയ ഫോർമാറ്റ് തന്നെ വരും. ഇതൊരു വേറൊരു ഫോമാണെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് റിക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എച്ച് എൻ ഓഫ് എക്സ് കിട്ടിയാൽ അതിൻ്റെ h1 of x കിട്ടിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ h1 of x കിട്ടിയാൽ പെട്ടെന്ന് h3 of x അല്ലെങ്കിൽ h2 of x കിട്ടിയാൽ വേറെ h2 of x അങ്ങനെ അടുത്തടുത്ത ഹെർമൈറ്റ് പോളിനോമിയൽസ് ഒരു പോളിനോമിയൽ കിട്ടിയാൽ അടുത്ത പോളിനോമിയൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് റിക്കറൻസ് റിലേഷൻസ്. അപ്പോൾ ഒരു 4 ഉണ്ട്. ആദ്യത്തേതാണ് h dash of x equal to 2n hn minus 1 of x. അപ്പോൾ ഇത് വരുമ്പോഴത്തേനും ഡയറക്റ്റായിട്ട് എന്താണോ വേണ്ടത് അത് ഫോളോ ചെയ്യുക. അപ്പോൾ hn of x എന്താണെന്ന് നമുക്ക് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അറിയാം. ഇതാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റ്, തൊട്ട് മുമ്പ് കണ്ടത്. ഓക്കെ, hn of x divided by n factorial is equal to n raised to 2zx minus z square. ഓക്കെ, ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, hn ഡാഷ് വേണമല്ലോ, അതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ hn ഡാഷ് ഓഫ് എക്സ്, അപ്പോൾ എന്തുകൊണ്ട് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, നമുക്ക് hn ഡാഷ് ഓഫ് എക്സ് ആണ് അത്. അപ്പോൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു hn ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇത് ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇൻറ്റു 2z വന്നു. ഓക്കെ, പക്ഷേ ഈ ടൈം എന്താണ്? ഈ ടൈം നമ്മുടെ ഈ ടൈം തന്നെയല്ലേ hn ഓഫ് എക്സ് ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു z റേസ്റ്റ് 1. അപ്പോൾ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതിന് പകരം. അപ്പോൾ 2z ഇൻറ്റു ഈ ടൈം. അപ്പോൾ ഈ ഇസഡിനെ അകത്തോട്ട് കഴിയുമ്പോഴത്തേനും z റേസ്റ്റ് 1 പ്ലസ് 1 ആയി. 2 ഇൻറ്റു ഈ ടൈം ഇൻറ്റു z റേസ്റ്റ് 1 പ്ലസ് 1. ഓക്കെ, അപ്പോൾ z റേസ്റ്റ് 1 കോഎഫിഷ്യൻ്റ് ഇവിടെ z റേസ്റ്റ് 1 കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ടൈം കിടക്കുന്നത്. അത് ഈക്വൽ ടു ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ z റേസ്റ്റ് 1 കോഎഫിഷ്യൻ്റ് വരണമെങ്കിൽ ഒരു ടൈം പുറകോട്ട് പോകണം. അപ്പോൾ n-1 ടൈം എടുത്ത് z റേസ്റ്റ് എന്നിന് n-1 വാല്യൂ വരുമ്പോഴാണ് z റേസ്റ്റ് 1 കോഎഫിഷ്യൻ്റ് കിട്ടുന്നത്. എന്നിന് n-1 വാല്യൂ വരുമ്പോഴാണ് പിന്നെ ഈ ഇസിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും n-1 പ്ലസ് 1 ആവും, z റേസ്റ്റ് 1 ആവും. അപ്പോൾ എന്നിന് n-1 വാല്യൂ വരുമ്പോഴാണ് z റേസ്റ്റ് 1 കോഎഫിഷ്യൻ്റ് ആയിട്ട് ഈ ടൈം കിട്ടുന്നത്. അപ്പോൾ hn-1 of x divided by n-1 factorial into z raised to n. അപ്പോൾ എന്നിട്ട് z raised to n കോഎഫിഷ്യൻറ്റുകളെല്ലാം ഈക്വേറ്റ് ചെയ്യുക. ഇവിടെ എന്താണ് വരുന്നത്? സമ്മേഷൻ ഓവർ hn ഡാഷ് ഓഫ് x divided by n factorial equal to 2 into hn-1 of x divided by n-1 factorial. ഈ n factorial ഇങ്ങോട്ട് ചെയ്താൽ ഇവിടെ എക്സ്ട്രാ n വരും. n into n-1 factorial എന്ന് എഴുതാം, ക്യാൻസൽ ചെയ്ത് ചെയ്യുക. അപ്പോൾ 2n into hn-1 of x. The second recurrence relation 2x hn of x equal to 2n hn-1 of x in plus hn plus 1 x. ഓക്കെ, ആദ്യമേ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി. ഇവിടെ 2x എന്നൊക്കെ കിടപ്പുണ്ട്, ഡെറിവേറ്റീവ് ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ hn ആരുടെ ഹെർമൈറ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എക്സിൽ ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ 2x കിട്ടണം. അപ്പോൾ ആരിലെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്? 2x കിട്ടണമെങ്കിൽ ആരിലെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്? 2x വേണമെങ്കിൽ z ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ z ഡെറിവേറ്റീവ് എടുത്തു n ഇൻറ്റു z റേസ്റ്റ് n-1 ഈ ടൈം ഇൻറ്റു 2x മൈനസ് 2z. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2x ഇൻറ്റു ഈ ടൈം മൈനസ്
2z ഇൻറ്റു എച്ച്. ഈ ടൈം എന്താണ് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ സമ്മേഷൻ ഓവർ എച്ച് എൻ ഇവിടെ n ഫാക്ടോറിയൽ z മൈനസ് 2z ഇൻറ്റു ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ഇനി പറയുന്നത് ഇവിടെ എന്നിന് വാല്യൂ 0 കൊടുക്കാൻ പറ്റുമോ നോക്കുക. എന്നിന് 0 കൊടുത്താൽ -1 ഫാക്ടോറിയൽ എന്ന് വരും. -1 ഫാക്ടോറിയൽ അൺഡിഫൈൻഡ് ടേംസിലേക്ക് പോകും. അപ്പോൾ എന്നിന് ഒരിക്കലും 0 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിന് 1 തൊട്ടേ വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നിന് 1 തൊട്ടേ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ എന്ന കണ്ടീഷൻ വെച്ച് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്കിവിടെ 2x ഈക്വൽ ടു എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ 2xനെ ഇങ്ങോട്ട് മാറ്റി 2x ഈക്വൽ ടു ഇത് പ്ലസ് ഇതൊന്നായി 2 ഇൻറ്റു 2z ഇൻറ്റു ഇസഡിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇസഡ് n പ്ലസ് 1 ആയി പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. h(x) n - 1 ഫാക്ടോറിയൽ ഇൻറ്റു z n - 1. ഓക്കെ, അടുത്തതായിട്ട് ഓക്കെ, അപ്പോൾ ഈ z എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് നോക്കണം. അപ്പോൾ z എൻ്റെ കോഎഫിഷ്യൻ്റ് വരണമെങ്കിൽ എന്നിന് n - 1 എന്ന് കൊടുക്കണം. അങ്ങനെ ഡിനോമിനേറ്റർ n - 1 ഫാക്ടോറിയൽ n - 1 എന്ന് വന്നു. ഇവിടെ z എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് വേണം. അപ്പോൾ എന്നിന് n + 1 എന്ന് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ n + 1 എന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേന് n ഫാക്ടോറിയലായി hn + 1 fx n. അപ്പോൾ നമ്മുടെ കിട്ടേണ്ട റിക്വയർഡ് ഫോമിലാക്കി. z എൻ്റെ കോഎഫിഷ്യൻറ്റുകൾ എടുത്ത് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് 2x ഇൻറ്റു hn(x) ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ z എൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ z എൻ്റെ കോഎഫിഷ്യൻറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും ഈ ഫോമാറ്റിൽ കിട്ടും. ഈ കോഎഫിഷ്യൻ്റ് ഇങ്ങോട്ട് എഴുതി ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി n ഫാക്ടോറിയൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് n ഫാക്ടോറിയൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു 2n വരും. ഈ n ഫാക്ടോറിയൽ ഇവിടെ അടുത്ത n ഫാക്ടോറിയൽ ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഫോം കിട്ടി. ഓക്കെ, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അത് വളരെ സിമ്പിളാണ്, അത് നോക്കിയാൽ മതി. അടുത്ത റോഡ്രിഗസ് ഫോർമുല. ഓക്കെ, റോഡ്രിഗസ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ hn(x) എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞു. ഹെർമൈറ്റ് പോളിനോമിയൽ ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് h2(x) അല്ലെങ്കിൽ h1(x) അല്ലെങ്കിൽ h2(x) കണ്ടുപിടിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഫോർമാറ്റിൽ നിന്ന് കണ്ടുപിടിക്കാം. കാരണം സമ്മേഷൻ ഓവർ ഒരുപാട് ടേംസ് ഒന്നും വരുന്നില്ല, 1-2 ടേംസ് വരുന്നു. അത് സിംപ്ലിഫൈ ചെയ്ത് ഉത്തരം കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ ഒരു h8(x) വേണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ സമ്മേഷൻ ഓവർ ഒരു 4 ടേം വരും. ഓക്കെ, n എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ n/2 ഒരു 0 to 4. അപ്പോൾ അത്ര 5 ടേംസ് വരും. 5 ടേംസ് വരുന്ന കഴിയുമ്പോഴത്തേനും അതിൻ്റെ സിംപ്ലിഫൈ എടുക്കാൻ പാടാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള ഹെർമൈറ്റ് പോളിനോമിയലിലെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനൊരു എളുപ്പ വഴിയാണ് റോഡ്രിഗസ് ഫോർമുല. ഓക്കെ, റോഡ്രിഗസ് ഫോർമുല കണ്ടുപിടിക്കാനാണ് ഇനി പോകുന്നത്. ഓക്കെ, ആദ്യമേ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി ഇനി അതിനെ ഇത് നമ്മൾ സെയിം ഫോമാണെന്ന് പറഞ്ഞായിരുന്നു, മുമ്പേ കണ്ടായിരുന്നു. x² - z - x². അതിനെ ഇതിനെ ഈ സമ്മേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. z0 പ്ലസ് h1(x) ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ z പ്ലസ് hn(x) ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ z പ്ലസ്. ഓക്കെ, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിന് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു z. ഓക്കെ, n ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അടുത്ത n ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇസഡിന് 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ n ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അത് കഴിഞ്ഞിട്ട് ഇസഡിന് 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇതിനെ n ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ ഇസഡ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് ഡോ ഇസഡ് ഈ ടൈമിനെ ഇതിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് 0 ആയിപ്പോയി. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ ഇത് 0 ആയിപ്പോയി. അപ്പോൾ അതായത് x² തേർഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x വന്നു, പിന്നെ 2 വന്നു,
അടുത്ത ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ 0 ആയിപ്പോയി. അപ്പോൾ ഈ ടേംസ് എല്ലാം 0 ആയിപ്പോയി. ഈ വരുന്ന ടേംസ് എല്ലാം 0 ആയിപ്പോൾ അവസാനം ഈ എച്ച് എന്നിന് തൊട്ട് മുമ്പുള്ള ഈ ടേംസ് എല്ലാം 0 ആയിപ്പോയി. തേർഡ് ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആവുന്നതുപോലെ ഇവിടുത്തെ ടേംസ് എല്ലാം 0. n-1 ടേം വരെ 0 ആയി പോകും. പക്ഷേ ഈ ടേം 0 ആയി പോകുമെന്ന് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ n ഇൻറ്റു എസ് റേസ് ടു n-1 വരും. പിന്നെ ഡെറിവേറ്റീവ് എടുത്താൽ n ഇൻറ്റു n-1 ഇൻറ്റു എസ് റേസ് ടു n-1 വരും. അപ്പോൾ എന്ത് ഡെറിവേറ്റീവ് എടുത്താൽ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു 1 വരെ വരും. ഓക്കെ, ഇത്രയും ടേംസ് കാണും. അതായത് ടി സ്ക്വയർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ ടൈമിൻ്റെ അകത്ത് n-1 അപ് ടു 1 വരും. അപ്പോൾ hn of x ഇൻറ്റു ഡെറിവേറ്റീവ്, ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ hn of x ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് വരും. അടുത്ത ടേമിലും ഓക്കെ, അപ്പോൾ അടുത്ത ടേമിലും ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, പക്ഷേ അടുത്ത ടേമിലെ അവസാനത്തെ ടേം എന്ന് പറയുന്നത് ഇൻറ്റു ഇസഡ്, ഒരു ഇസഡ് ആയിരിക്കും. അതിനകത്തൊരു ഇസഡും കൂടെ കാണും. കാരണം n+1നെ n+1നെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് എടുക്കുന്നത്. ഡോ ബൈ ഡോ എന്ത് ഡെറിവേറ്റീവോ n+1 ആണ് എടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ ടൈമിൽ ഒരു ഇസഡ് കാണും. അതുകൊണ്ടാണ് ഇവിടെ ഇസഡിനെ അത് കഴിഞ്ഞ് എൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് ഇസഡിന് 0 എന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ടേംസിലെല്ലാം ഒരു ഇസഡ് കാണും. ആ ഇസഡ് വരുന്നത് കൊണ്ട് ഈ ടേംസ് എല്ലാം 0 ആയി പോകും. അപ്പോൾ ആകെ മിച്ചമുള്ളത് ഈ ടേം മാത്രമേ ഉള്ളൂ. അത് ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് ഈക്വൽ ടു hn of x. ഇപ്പോൾ ഇത് സോറി h0 അല്ല hn. അപ്പോൾ hn of x ഈക്വൽ ടു എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z ആണല്ലോ. e റെസ് ടു എക്സ് സ്ക്വയർ എൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z e റെസ് ടു z മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു at z ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് z മൈനസ് എക്സിനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. z മൈനസ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ at z ഈക്വൽ ടു 0 ആകുമ്പോഴത്തേനും ടി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇതിന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് z മൈനസ് എക്സിനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. z 0 ആകുമ്പോഴത്തേനും ടി എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. അപ്പോൾ ഡോ z ബൈ ഡോ ബൈ ഡോ z ചെയ്യുന്നു, ഡോ ബൈ ഡോ ടി ചെയ്യുന്നു, സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേരിയബിൾ മാറ്റുക. ഇവിടെ ഇസഡിന് പകരം ടി, ഇസഡ് മൈനസ് എക്സിന് പകരം ടി ആക്കുക. അപ്പോൾ e റെസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എൻ്റെ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടി e റെസ് ടു മൈനസ് ടി സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ടി എടുത്തത്, e റെസ് ടു മൈനസ് ടി സ്ക്വയർ. അടുത്തത് ടി എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. പക്ഷേ സ്ക്വയർ ഉള്ളതുകൊണ്ട് പ്ലസ് എക്സ്, എൻ്റെ സ്ക്വയർ ആണ്. സ്ക്വയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. e റെസ് ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ സോറി, ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് മൈനസ് 1 ടു n ഡോ n ബൈ ഡോ എക്സ് പ്ലസ് n e റെസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഈ ഫോർമാറ്റ് കിട്ടി. അപ്പോൾ ഇത് എന്താണ്, എന്തെന്ന് ഈക്വൽ ടു എന്നാണ് കിട്ടുന്നത്. hn of x എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ hn of x ഈക്വൽ ടു മൈനസ് 1 ടു n e റെസ് ടു എക്സ് സ്ക്വയർ എൻ്റെ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് e റെസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. കാരണം ടിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, സോറി, ഇവിടെ എക്സ് ആണല്ലോ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്കി. അപ്പോൾ ഒരു മൈനസ് ഉണ്ട്, അതിന് മൈനസ് 1 ടു n എന്ന് എഴുതി. അപ്പം മൈനസ് 1 ടു n e റെസ് ടു എക്സ് സ്ക്വയർ എൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് e റെസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്രിഗസ് ഫോർമുല. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ h1 എന്നിന് പകരം 1 കൊടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, നമുക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ h1 ഓഫ് എക്സ്. h2 എന്നിന് പകരം 2 കൊടുത്താൽ നമുക്ക് h2 ഓഫ് എക്സ് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓരോ h0 ഓഫ് എക്സ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച h0 ഓഫ് എക്സ് 1 ആയിരുന്നു. ഇവിടെയും ചെയ്താൽ ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. മുമ്പത്തെ h2 ഓഫ് എക്സ് 2x ആയിരുന്നു. അത് ചെയ്ത് നോക്കുക, അത് നമുക്ക് കിട്ടും. ഈക്വൽ ടു 1 കൊടുത്ത് h1 ഓഫ് എക്സ് 2x ആണ്, അത് കിട്ടും. അത് ചെയ്ത് നോക്കുക. അടുത്തത് ഓർത്തോഗണാലിറ്റി ഓഫ് hn ഓഫ് എക്സ്.
അപ്പോൾ ഇതാണ് ഓർത്തോഗോണാലിറ്റി കണ്ടീഷൻ ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ. minus infinity to plus infinity e raised to minus x square h n of x h m of x dx equal to 2 raised to n factorial root m into chronicle delta mn. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ പറഞ്ഞു ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഹെർമൈറ്റ് പോളിനോമിയൽ. ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത്. അതിൻ്റെ സൊല്യൂഷനാണ് ഹെർമൈറ്റ് പോളിനോമിയൽ ഇത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് വൈയുടെ സ്ഥാനത്ത് എനിക്ക് എച്ച് എൻ ഓഫ് എക്സ് ഇടാം. ഓക്കെ, വൈയുടെ സ്ഥാനത്ത് എച്ച് എൻ ഓഫ് എക്സ് ഇടാം. അപ്പോൾ എനിക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതാം. എച്ച് എൻ ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് 2x ഇൻറ്റു എച്ച് എൻ ഡാഷ് ഓഫ് എക്സ് പ്ലസ് 2n എച്ച് എൻ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു e റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ വെച്ച്, കാരണം അതാണല്ലോ വേണ്ടത്. e റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് ടൈമിനെയും കൂടെ ക്ലബ് ചെയ്താൽ എനിക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് e റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ എച്ച് എൻ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു 0. അതുപോലെ തന്നെ എനിക്ക് എച്ച് എം ഓഫ് എക്സും വേണം, എച്ച് എൻ ഓഫ് എക്സും വേണം. അപ്പോൾ അതിനായിട്ട് സെക്കൻഡ് എച്ച് എൻ ഓഫ് എക്സിൻ്റെ പോലെ ആ ഇക്വേഷനെ മാറ്റി എഴുതി. എച്ച് എൻ ഓഫ് എക്സിൻ്റെ ടേംസിലും ഒരു ഇക്വേഷൻ കൂടെ എഴുതി. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ എച്ച് എൻ ഓഫ് എക്സും കൊണ്ടും ഈ ഇക്വേഷനെ എച്ച് എം ഓഫ് എക്സും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ രണ്ട് ടൈമും തമ്മിൽ സബ്ട്രാക്ഷൻ വരുന്ന ഒരു ടൈം വരും, ഈ രണ്ട് ടൈമും തമ്മിൽ സബ്ട്രാക്ഷൻ വരുന്ന ഒരു ടൈം വരും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് എമ്മും ഉണ്ട്. മൾട്ടിപ്ലൈ സബ്ട്രാക്ഷൻ വരുമ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫോമാണ് ഇത്. ഓക്കെ, ഇനി എനിക്ക് ഈ ഇക്വേഷനെ എച്ച് എൻ ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഇക്വേഷൻ എനിക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ആ റീഅറേഞ്ച് ചെയ്ത് ഡെറിവേറ്റീവ് കോമൺ ആയിട്ട് എടുത്തു, e റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ടേംസിനെ എല്ലാം കൂടെ ബ്രാക്കറ്റിൽ എഴുതി. എച്ച് എൻ ഇൻറ്റു എച്ച് എം ഡാഷ് മൈനസ് എച്ച് എൻ ഡാഷ് ഇൻറ്റു എച്ച് എം. ഓക്കെ, ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഡെറിവേറ്റീവ് അങ്ങ് പോവും, മിച്ചമുള്ള ടൈം കിട്ടും. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 ഇൻറ്റു എൻ മൈനസ് എം ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ എച്ച് എൻ ഓഫ് എക്സ് ഇൻറ്റു എച്ച് എം എഫ് എക്സ് ഡി എക്സ് ഇക്വൽ ടു. ഓക്കെ, ഈ ഡെറിവേറ്റീവ് മാറ്റി കഴിഞ്ഞാൽ ടൈം ഇത് എഴുതി. പക്ഷേ e റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ആ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഈ ടൈം 0 ആയി പോകുന്നു. ഈ ടൈം 0 ആയി പോകുമെങ്കിൽ ഈ ടൈം ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ എമ്മും എന്നും ഈക്വൽ അല്ലെങ്കിൽ എന്നും എമ്മും ഈക്വൽ അല്ലെങ്കിൽ എന്നും എമ്മും ഈക്വൽ ആണെങ്കിൽ ഈ ടൈം 0 ആയിട്ട് ഈക്വൽ ടു ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ എന്നും എം ഈക്വൽ ആണെങ്കിൽ ഇത് 0 ആയതുകൊണ്ട് 0 ഇൻറ്റു ഈ ടൈം വരുമ്പോൾ 0 എന്ന് പറയാം. പക്ഷേ എന്നും എം ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ നോൺ 0 ടൈമാണ്. അപ്പോൾ ആൾ 0 ആണ്, ഇയാൾ 0 ആണ്. അപ്പോൾ എന്നും എം 0 ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി e റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ എച്ച് എൻ ഇൻറ്റു എച്ച് എം ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. എം എച്ച് നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ. ഇനിയിപ്പം എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ എന്ത് വരുമെന്നാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമേ ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് ഈ ഫോർമാറ്റ് കണ്ടാൽ ജനറേറ്റീവ് ഫംഗ്ഷൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ എച്ച് എൻ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഡിസറേഷൻ. അതുപോലെ എച്ച് എന്നിനും എച്ച് എമ്മിനും വരുന്ന പോലെ രണ്ട് ഇസെറ്റിന് പകരം ഇവിടെ വേരിയബിൾ ടി ആക്കി. എന്നിട്ട് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ എക്സ് സ്ക്വയർ വെച്ച് ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ് സ്ക്വയർ ടൈം വെച്ച് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ടൈമാണ് ഈ കിടക്കുന്നത്. ഓക്കെ, 3നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു എക്സ് സ്ക്വയർ ഈ റെസ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ ചെയ്തു എഴുതി. ഇനി അതിനെ പിന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ടൈമാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഒന്ന് എം ഈക്വൽ ടു എന്ന് വരുന്ന, അതായത് സമ്മേഷൻ ഓവർ 0 ടു ഇൻഫിനിറ്റി ഉണ്ട്, 0 ടു ഇൻഫിനിറ്റി ഉണ്ട്, രണ്ട് എമ്മും എന്നും. അപ്പോൾ ഏതോ ഒരു പോയിന്റ് വെച്ച് എമ്മും എന്നും ഈക്വലായിട്ട് വരും. അതുകൊണ്ട് ഈക്വലായിട്ട് വരുന്ന ടൈം ഒന്ന്, ഈക്വലായിട്ട് വരാത്ത ടൈം ഒന്ന്. ഇവിടെ എന്നും എം ഈക്വലാണ്, അതുകൊണ്ടാണ് എച്ച് എൻ സ്ക്വയർ വന്നത്. ഇവിടെ ഈക്വൽ അല്ല, അതുകൊണ്ടാണ് രണ്ട് ടൈം സെപ്പറേറ്റ് ആയിട്ട് എഴുതിയത്. ഓക്കെ, നമുക്കറിയാം എന്നും എം ഈക്വൽ അല്ലാത്തപ്പോൾ ഇൻ്റഗ്രൽ e റൈസ് ടു എക്സ് സ്ക്വയർ ഈ ടൈം ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എന്നും എം ഈക്വൽ അല്ലാത്തപ്പോൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈ കിടക്കുന്നത് ആ ടൈം തന്നെയാണ്. രണ്ടും
അപ്പോൾ ഈ ടേം 0 ആണ്. അപ്പോൾ ഈ ഫുൾ ടേം 0 ആയിട്ട് പോകും. ആയി പോകും. മിച്ചമുള്ളത് ഇത് ഈക്വൽ ടു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആദ്യം ഈ റേസ് ടു എല്ലാ ഈ റേസ് ടു എന്ന് കിടക്കുന്ന ടേംസ് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുന്നു. ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇസഡ് മൈനസ് ടി ഹോൾ സ്ക്വയർ ഇ റേസ് ടു ഇസഡ് ടി എന്ന് എഴുതുന്നു. അതിന് ഇ റേസ് ടു ഇസഡ് ടി ഇൻറ്റു റൂട്ട് പൈ എന്ന് എഴുതാക്കാം. ഓക്കെ, പിന്നെ റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എച്ച് എം ഓഫ് എക്സ് ഇൻറ്റു എച്ച് എൻ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ടു റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ റൂട്ട് പൈ. അതായത് എൻ ഈക്വൽ ടു എം ആകുമ്പോഴത്തെ കേസാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു ഡെൽറ്റ എം എൻ. എം ഈക്വൽ എൻ നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ ഈക്വൽ ടു 0. അതിൽ രണ്ട് എക്സാമ്പിൾ കാണാം. ഓക്കെ, ഷോ ദാറ്റ് എച്ച് എൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ എച്ച് എൻ ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചെയ്തപ്പോൾ കണ്ട ഇക്വേഷനാണിത്. എച്ച് എൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു ഈ എൻ ഫാക്ടോറിയൽ ഇവിടെയായിരുന്നു, ഈക്വൽ ടു ഈ ഫോമിൽ കണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എച്ച് എൻ ഓഫ് എക്സ് എന്തെന്ന് അറിയാം. പിന്നെ എച്ച് എൻ ഓഫ് മൈനസ് എക്സ്, ഈ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് 2x ഇൻറ്റു എൻ മൈനസ് 2 എസ് എന്ന് വരും. ഇവിടെ ഒരു മൈനസ് ഇതൊരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 1 റേസ് ടു എൻ മൈനസ് 2 എസ് ഉണ്ട്. ആ മൈനസ് 1 റേസ് ടു എൻ മൈനസ് 2 എസ് എടുത്ത് പുറത്തിട്ടു. മൈനസ് 1 റേസ് ടു എൻ മൈനസ് 2 എസ്. ഇനി ഈ 2 എസ് ഇത് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല, കാരണം ഇത് 2 ഇൻറ്റു എസ് ആണ്. അപ്പോൾ അത് ഈവൻ ടൈം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓട് ഈവൻ ആകാൻ ഇൻഫ്ലുവൻസ് ഇല്ല. അതുകൊണ്ട് മൈനസ് 1 റേസ് ടു എൻ മാത്രമേ ഒരു ഇതിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിസൈഡിങ് ടേം ആയിട്ടുള്ളൂ. അതുകൊണ്ട് മൈനസ് 1 റേസ് ടു എൻ എടുത്ത് പുറത്തിട്ടു. ഓക്കെ, മൈനസ് 1 റേസ് ടു എൻ എടുത്ത് പുറത്തിട്ടാൽ മിച്ചം കിട്ടുന്നത് മൈനസ് 1 റേസ് ടു എസ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു, അതായത് മൈനസ് 1 റേസ് ടു എൻ എടുത്ത് പുറത്തിട്ടാൽ കിട്ടുന്നത് ഈ ഫോം തന്നെയല്ലേ, മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു ഈ എച്ച് എൻ ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ മൈനസ് 1 റേസ് ടു എൻ ഈ അകത്ത് കിടക്കുന്ന ടേംസ് എച്ച് എൻ ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൂഫായി എച്ച് എൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 റേസ് ടു എൻ എച്ച് എൻ ഓഫ് എക്സ് എന്ന് കിട്ടും. അടുത്തത് എച്ച് 2n ഓഫ് 0 is equal to minus 1 raised to n 2n factorial divided by n factorial. ഓക്കെ, അത് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് തുടങ്ങും. മിക്ക പ്രോബ്ലംസും ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ റിക്കറൻസ് റിലേഷനിൽ നിന്നോ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് എൻ്റെ ഫോമാണിത്. അവിടുന്ന് എക്സ് ഇവിടെ നമുക്ക് എച്ച് എൻ ഓഫ് 0 ആണ് വേണ്ടത്. 0 എക്സിന് 0 കൊടുത്തുകൊണ്ടാണ് എച്ച് 2n ഓഫ് 0 എന്ന് കൊടുക്കുക. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റൻ എക്സിന് 0 കൊടുത്ത് കഴിയുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എച്ച് എൻ ഓഫ് 0 ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇസഡ് റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് അറിയാലോ, 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, അതിനെ സമ്മേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്ന ടേംസിൽ എഴുതാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇസഡ് റേസ് ടു 2 ആണ്, മൈനസ് ഇസഡ് റേസ് ടു 2 ആണ് എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പം അതിനെ മൈനസ് ഇസഡ് റേസ് ടു 2n ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു ഇത് തന്നെ എടുത്തെഴുതി. ഓക്കെ, ഇനി രണ്ട് ടൈമിലും ഇപ്പോൾ ഇത് രണ്ട് സമ്മേഷൻ ടൈമാണ്. രണ്ടിൻ്റെയും ഇസഡ് റേസ് ടു 2n കോയിഫിഷ്യൻറ്റുകളെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇസഡ് റേസ് ടു 2n ആണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് ഇത് വരും. ഇവിടെ ഇസഡ് റേസ് ടു n ആണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് ഇവിടെ രണ്ട് 2n ആക്കിയാൽ മതി. 2n ആക്കി കഴിയുമ്പോഴത്തേനും എച്ച് 2n ഡിവൈഡ് ബൈ 2n ഫാക്ടോറിയൽ ഓഫ് 0. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എച്ച് 2n ഓഫ് 0 ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ബാക്കി പ്രോബ്ലംസ് കിടപ്പുണ്ട്, അത് ചെയ്ത് നോക്കുക.